ആഗോള അയ്യപ്പ സംഗമം കണക്കുകളിൽ ഗുരുതര ക്രമക്കേട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളിൽ ഗുരുതര ക്രമക്കേടെന്ന് കണ്ടെത്തിയ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത്. ദേവസ്വം ബോർഡ് മുൻകൂറായി നൽകിയ തുക തിരിച്ചു കിട്ടിയില്ലെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നു. ഓഡിറ്റ് വിവരങ്ങളടക്കം പരാമർശിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ദേവസ്വം മുൻകൂറായി നൽകിയ 2 കോടി തിരിച്ചടച്ചിട്ടില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ തുക ഉപയോഗിച്ച് ദേവസ്വത്തിന്റെ പണം തിരിച്ചടച്ചെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ നിയമസഭയിൽ പറഞ്ഞത്. കഴിഞ്ഞ മാസം 28-നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഇത്തരത്തിൽ മറുപടി നൽകിയത്. ഇപ്പോൾ ഗുരുതര ക്രമക്കേടുകൾ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തുവന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെയും ദേവസ്വം മന്ത്രിയുടെയും വാദങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. വ്യക്തമായ കണക്കുകളോ ബില്ലുകളോ ഒന്നും തന്നെയില്ല. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് പന്തൽ നിർമ്മാണമടക്കം നൽകിയത് ടെൻഡറുകൾ ഇല്ലാതെയാണ്. ഊരാളുങ്കലിന്റെ സഹസ്ഥാപനമായ ഇവന്റ് കമ്പനിക്കാണ് 10% അധിക തുകയ്ക്ക് കരാർ നൽകിയത്. കണക്കുകളിൽ GST ബില്ലുകൾ അടക്കം ഇല്ലാത്തത് ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കും. ഉപകരാർ നൽകിയതിൽ കൃത്യമായ കണക്കില്ല. ഉപകരാറുകൾ ഒന്നും ഓഡിറ്റിംഗിന് ഹാജരാക്കിയിട്ടില്ല. ബില്ലുകൾ ഒന്നും ശരിയല്ല. ഓഡിറ്റർക്ക് കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്താനായിട്ടില്ല. 2 ലക്ഷത്തിനുള്ള കലാപരിപാടികൾ തീരുമാനിച്ചെങ്കിലും 8 ലക്ഷമാണ് ചെലവാക്കിയത്. 2 കോടിയുടെ സ്പോൺസർഷിപ്പ് വരുമാനം അവ്യക്തമാണ്. VIP-കളുടെ ഭക്ഷണ വിതരണ ചിലവും കണക്കിലില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ സർക്കാർ യഥാർത്ഥ വിവരം സഭയിൽ മറച്ചുവെച്ചാണോ മറുപടി നൽകിയെന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത്. ദേവസ്വം മുൻകൂറായി നൽകിയ 2 കോടി സ്പോൺസർഷിപ്പിലൂടെ തിരിച്ചടച്ചില്ലെന്നും 2 കോടിയുടെ സ്പോൺസർ ആര് എന്നതിൽ അവ്യക്തത ഉണ്ടെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മന്ത്രി VN വാസവൻ പ്രതികരിച്ചില്ല. എല്ലാം ദേവസ്വം ബോർഡ് വിശദീകരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു. കണക്കുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ മന്ത്രി തയ്യാറായില്ല.